ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെതിരെ പ്രഥമ ദൃഷ്ട്യാ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനായില്ലെന്ന് കോടതി. ജാമ്യോത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനമായതിനു ശേഷമാണ് ശ്രീകുമാറിന്റെ നിയമനം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് ബന്ധമില്ല എന്നും ഉത്തരവിൽ പറയുന്നു. ശ്രീകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, പല ഘട്ടങ്ങളിലും SITയുടെ അന്വേഷണത്തിൽ പാളിച്ചകൾ ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയുടെ വിമർശനം, അല്ലേ? തീർച്ചയായും. അതായത് എസ് ശ്രീകുമാർ അറസ്റ്റിലായി ഇന്ന് 43-ാം ദിവസമാണ് ജാമ്യം അനുവദിച്ച് കിട്ടുന്നത്. മറ്റു പ്രതികൾക്കൊക്കെ 90 ദിവസം കഴിഞ്ഞുള്ള സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ശ്രീകുമാറിന് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. അതായത് ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ തന്നെ ഈ സ്വർണ്ണപ്പാളുകൾ കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാർ ആയിരുന്നു അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയതിനു പിന്നാലെയാണ് ശ്രീകുമാറിന്റെ നിയമനം. ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകാൻ എല്ലാ തീരുമാനങ്ങളും ആയതിനു ശേഷമാണ് ശ്രീകുമാർ അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ശ്രീകുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം ഈ മഹസറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഈ കണ്ടെത്തിയ കാരണം. പക്ഷേ അതിന്മേൽ മറ്റ് കാരണങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞില്ല. പ്രഥമ ദൃഷ്ടിയാൽ ശ്രീകുമാറിനെതിരെ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. ഈ ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്, മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് ബന്ധങ്ങളൊന്നും ശ്രീകുമാറിന് ഇല്ല എന്നും കൈമാറിയത് ശ്രീകുമാർ അല്ല എന്നും ഒക്കെ കൃത്യമായും ഈ ജാമ്യ ഉത്തരവിൽ അടക്കം പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിൽ പ്രസാദിന്റെ വക്കാലത്ത് മുഖേനയാണ് ഈ ജാമ്യം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ശ്രീകുമാർ ജയിൽ മോചിതനാകും. ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിൽ മാത്രമായിരുന്നു ശ്രീകുമാർ പ്രതിയായിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾക്കെതിരെ ഒന്നും SITക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇടക്കാല കുറ്റപത്രം പോലും ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് മറ്റു പ്രതികൾക്ക് ജാമ്യം കിട്ടുവാനുള്ള സാധ്യത ഏറെയാണ്. അതായത് നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പ കേസിലും മുരാരി ബാബുവിന് 2 കേസുകളിലും ജാമ്യം കിട്ടിയിരുന്നു. അതിനു പിന്നാലെയാണ് ശ്രീകുമാറിനും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇനി സുധീഷ് കുമാർ ഈ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടും. ഇനി ബാക്കിയുള്ള പ്രതികൾക്ക് വെൻവാസു ഉൾപ്പെടെ ബാക്കിയുള്ള പ്രതികളുണ്ട്. അവർക്കൊക്കെ ഈ 90 ദിവസം ആകുമ്പോഴേക്കും ജാമ്യം അനുവദിച്ച് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും നിലവിൽ SIT ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയരുന്നത്. കൊല്ലത്തു നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.